മുഖ്യമന്ത്രി ആള് പുലിയാണ്, സമ്മതിക്കണം. ഇന്ന് സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ കക്ഷത്താണ്. സംശയമുണ്ടോ? സെക്രട്ടേറിയറ്റിൽ എത്ര വകുപ്പുണ്ട്? ഒരുപാട് വകുപ്പുകൾ ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നിയമപരമായി 3 വകുപ്പുകൾ മാത്രമാണുള്ളത്. അതിൽ പ്രധാനം പൊതുഭരണം അഥവാ GAD, അതായത് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ്. അടുത്തത് നിയമവകുപ്പാണ്. അതിന്റെ തലപ്പത്തുള്ളത് IAS-കാരല്ല, പകരം ഒരു ജില്ലാ ജഡ്ജിയാണ്. പിന്നെ ഉള്ളതാണ് ധനകാര്യം അഥവാ ഫിനാൻസ്. പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായിരിക്കും അതിന്റെ തലപ്പത്ത്. അപ്പോൾ ആഭ്യന്തരം, വിദ്യാഭ്യാസം, ജലസേചനം, എക്സൈസ്, വൈദ്യുതി, കൃഷി, യുവജനക്ഷേമം തുടങ്ങി ഒട്ടനവധി വകുപ്പുകളില്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കാം. ഇതെല്ലാം ഈ 3 വകുപ്പുകളുടെ കീഴിൽ വരുന്നത് തന്നെയാണ്. മുൻകാലങ്ങളിൽ പൊതുഭരണം മുഖ്യമന്ത്രിക്കും, നിയമം, ധനം എന്നിവയെല്ലാം മറ്റു മന്ത്രിമാർക്കുമായി വീതിച്ചു കൊടുത്തിരുന്നതാണ്. VD സതീശൻ സർക്കാരിലുള്ള പ്രത്യേകത ഈ 3 വകുപ്പും സതീശൻ കൈയടക്കി കക്ഷത്തിലാക്കി എന്നുള്ളതാണ്. പൊതുഭരണവും നിയമവും ധനകാര്യവും മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന കേരള ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഭരണക്രമമാണ് ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് ഒരു മന്ത്രിയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നോൺ IPS റാങ്കിലുള്ള SP-മാർ വരെയുള്ള സ്ഥലം മാറ്റ ഉത്തരവിൽ മാത്രമേ ഒപ്പുവയ്ക്കാൻ കഴിയൂ. അതിനു മുകളിൽ പോകണമെങ്കിൽ മുഖ്യമന്ത്രി ഫയൽ കാണണം, അദ്ദേഹത്തിന്റെ സമ്മതം വേണം. നേരത്തെ നിയമമന്ത്രിക്ക് ഉണ്ടായിരുന്ന അധികാരവും ധനകാര്യമന്ത്രിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അധികാരങ്ങളുമെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ള മന്ത്രിമാർക്ക് പറയത്തക്ക പണിയൊന്നുമില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ പണിയുണ്ട്, പിടിപ്പത് പണിയുണ്ട്. ഇവർക്കൊക്കെയുള്ള നേട്ടങ്ങളോ ഒന്നും പറയണ്ട. മന്ത്രിമന്ദിരങ്ങൾ, സ്റ്റാഫുകൾ, സായുധ പോലീസിന്റെ സംരക്ഷണം, ഔദ്യോഗിക കാറ്, ഔദ്യോഗിക ഓഫീസ് സെക്രട്ടറി, സെക്രട്ടേറിയറ്റിനുള്ളിൽ ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ വകുപ്പ് സെക്രട്ടറിമാർ മുതൽ ജില്ലാ കളക്ടർമാർ വരെയുള്ള സ്ഥലം മാറ്റം ആണെങ്കിൽ അത് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിൽ 3-ാം നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഒപ്പിട്ട് തിരിച്ചു വരണം. അത് പണ്ടും ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഫിനാൻസിലെ അണ്ടർ സെക്രട്ടറിയെ മാറ്റണമെങ്കിൽ, ധനകാര്യ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയെ മാറ്റണമെങ്കിൽ പോലും ഇപ്പോൾ ഫയൽ അവിടെ പോയി തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കണം. ഒരു അപ്രൂവ് നൽകണമെങ്കിലോ ക്യാൻസലേഷൻ വേണമെങ്കിലോ മുഖ്യമന്ത്രിയുടെ സമയത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അവിടെ ഉദ്യോഗസ്ഥന്മാർ രാജിവെക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അകത്തളത്തിലെ ചർച്ചകൾ നടക്കുന്നത്. ധനകാര്യ വകുപ്പിലൊക്കെ നടക്കുന്ന ചർച്ചകൾ ഇതൊക്കെയാണ്. മറ്റു വകുപ്പുകളുടെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ സമയം കിട്ടിയില്ലെങ്കിൽ ഫയലുകൾ നോക്കാൻ താമസം വരും. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു നോക്കുന്നത് കൊണ്ടാണ്, മറ്റൊന്നും വിചാരിക്കരുത്, ആരും പരിശോധിക്കുകയും വരുത്. പൊതുഭരണ വകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും ധനകാര്യ വകുപ്പിന്റെയും മുഴുവൻ കാര്യങ്ങൾ നോക്കണ്ടേ? ആകെ 2 കണ്ണുകളല്ലേ ഉള്ളൂ.